Let's dive into the fascinating world of physics with Dr. Sina G. Good morning, all. Welcome to lectures by Dr. S.G. In today's class, we are going to discuss about the properties of conductors in an external electric field. We know that conductors allow the passage of electricity easily. അതായത് കണ്ടക്ടറിനകത്ത് ഒരുപാട് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടക്ടർ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് കൺസെപ്റ്റുകളുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് നിങ്ങളുടെ CBSE ISCയുടെയും ബോർഡ് എക്സാമിന് റീസൺ അസേർഷൻ സെഷനിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇൻസൈഡ് എ കണ്ടക്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് സീറോ. അതായത് ഞാൻ പറഞ്ഞു കണ്ടക്ടറിനകത്ത് ഒരുപാട് ഫ്രീ ചാർജ് കാരിയേഴ്സ് ഉണ്ട്. അത് റാൻഡംലി ഓറിയന്റഡ് ആയിരിക്കും. ഇലക്ട്രോൺസ് ഇവിടെയും പലയിടത്തൊക്കെ ആയിരിക്കും ഇതിങ്ങനെ ഇരിക്കുന്നത്, ഈ ചാർജ് കാരിയേഴ്സ്. നമ്മൾ ഇതിനെ കൊണ്ടൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺസ് ഈ കണ്ടക്ടർ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യിക്കും. സോ ഈ ഒരു ഷിഫ്റ്റിംഗ് മൂലം നമ്മുടെ കണ്ടക്ടറിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും, കോൺസിക്വന്റ്ലി റൈറ്റ് സൈഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിന്റെ എഫക്റ്റ് മൂലമാണ് ഈ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. സോ ഇൻസൈഡ് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ചാർജ് കാരിയേഴ്സിന്റെ ഷിഫ്റ്റിംഗ് അനുസരിച്ച് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് എതുവരെ പോകുന്നറിയാമോ, ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഈക്വൽ ഓപ്പോസിറ്റ് ആകുന്നത് വരെ ഇതിനകത്ത് ഈ ഒരു ചാർജ് കാരിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അതായത് ഒരു കണ്ടക്ടറിനകത്ത് ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും ഇന്റർണൽ ഇലക്ട്രിക് ഫീൽഡും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ കണ്ടക്ടർ ഇസ് സീറോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി, at the surface of a charge conductor electrostatic field must be normal to the surface. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതൊരു കണ്ടക്ടറിൽ ഇപ്പൊ പോസിറ്റീവ് ചാർജ് ആണ് വരച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സർഫസ് എടുക്കാമെങ്കിൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി. Third property, the net charge in the interior of a conductor is zero and any excess charge reside at its surface. അതായത് ഒരു കണ്ടക്ടറിന്റെ കേസിൽ അതിന് ഇൻസൈഡ് ചാർജ് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഈ ചാർജ് അപ്പം തന്നെ ഈ സർഫസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഇൻസൈഡ് എ കണ്ടക്ടർ ചാർജ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഗോസ് ലോ ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ E.ds ആണ്. ചാർജ് സീറോ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡും എന്തായിരിക്കും, സീറോ ആയിരിക്കും. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് എ കണ്ടക്ടർ ആൻഡ് ഹാസ് എ സെയിം വാല്യൂ ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. അതായത് ഇതൊരു കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടറിനകത്ത് ചാർജ് സീറോ ആണ്, ഇലക്ട്രിക് ഫീൽഡും സീറോ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രിക്കും ഫീൽഡും പൊട്ടൻഷ്യൽ തമ്മിലുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. E is equal to minus dV/dr. ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണെങ്കിൽ dV/dr എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതായത് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും. ദാറ്റ് ഈസ് V എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് ഒരു കണ്ടക്ടറിന്റെ കേസിൽ അതിന്റെ സർഫസിലുള്ള അതേ വാല്യൂ തന്നെയായിരിക്കും ത്രൂ ഔട്ട് ദ കണ്ടക്ടർ ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ് കണ്ടക്ടർ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ സർഫസ് ചാർജ് ഡെൻസിറ്റി. അതായത് ഇതൊരു കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടറിൽ മൊത്തം ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഇരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരു ചെറിയൊരു സർഫസ് ഞാൻ എടുക്കുകയാണ്. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും ആൻഡ് വിച്ച് ഇസ് നോർമൽ ടു ദ സർഫസ്. അപ്പൊ ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ എനിക്ക് നമുക്ക് ഗോസ്ലോ വെച്ചിട്ട് ∇φ is equal to E.ΔS എന്ന് എഴുതാം. ചെറിയ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഡെൽറ്റ യൂസ് ചെയ്തേക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു Q/ε0. Q എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ടേംസ് നമുക്ക് എങ്ങനെ എഴുതാം, σ∆S എന്ന് എഴുതാം. അപ്പൊ ഈ ∆Sഉം ഈ ∆Sഉം ക്യാൻസൽ ആയപ്പോൾ വാട്ട് വി ഗെറ്റ് E is equal to σ/ε0. ε0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, സർഫസ് ചാർജ് ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇക്വേഷനെ വെക്ടർ ഫോമിൽ നമുക്ക് n ക്യാപ്പ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. And the last property is electric field is zero in the cavity of a hollow charge conductor. ഇത് വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള ഒരു പ്രോപ്പർട്ടി ആണ് കേട്ടോ. അതായത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നും പറയാറുണ്ട്. മഴക്കാലത്ത് നല്ല ഇടിയും മഴയുള്ള ഒരു സമയത്ത് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സേഫ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരു മരത്തിന് ചുവട്ടിൽ പോയി ഒരിക്കലും നിൽക്കരുത്. ബിക്കോസ് കാർ ഈസ് എ സേഫസ്റ്റ് പ്ലേസ് അറ്റ് ദാറ്റ് ടൈം. അതായത്
കാർ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ബോഡിയാണ്, അതൊരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിനകത്തുള്ള ഒരു ക്യാവിറ്റിക്കകത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പുറത്ത് ഇടിമിന്നലൊക്കെ വന്നാലും ചാർജ് വന്നാലും ആ ചാർജസ് എല്ലാം ഈ കണ്ടക്ടറിന്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഒരിക്കലും ഇൻസൈഡിലേക്ക് വരില്ല. സോ കണ്ടക്ടറിന്റെ സർഫസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു കാറിനകത്ത് ഇടിമിന്നലുള്ള സമയത്ത് സേഫ് ആയിരിക്കും. ആൻഡ് ദാറ്റ് അതിൻ്റെ ഒരു പേരുണ്ട്, ഫാരഡേസ് കേജ് എന്ന് പറയും. ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇതൊരു നമ്മുടെ കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിനകത്ത് ഇതൊരു ക്യാവിറ്റിയാണ്. അപ്പൊ ഇവിടെ ഞാൻ പുറത്തുനിന്ന് എത്ര ചാർജസ് കൊടുത്താലും ഈ ചാർജസ് ഒന്നും ഇതിന്റെ ഇൻസൈഡ് ക്യാവിറ്റിക്കകത്തോട്ട് വരികയില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് 0, സിഗ്മ 0, വി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്യാവിറ്റിക്ക് നമുക്ക് ഫാരഡേസ് കേജ് എന്നും പറയാം. ദാറ്റ് ഈസ് ക്യാവിറ്റി ഇൻസൈഡ് ദ കണ്ടക്ടർ ഈസ് ഷീൽഡഡ് ഫ്രം ഔട്ട്സൈഡ് ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസസ്. അതായത് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസുകൾ മറ്റുള്ള ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊരു കണ്ടക്ടറിനകത്ത് ഒരു ക്യാവിറ്റി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെക്കും. അതായത് മെറ്റൽ ബോക്സിനകത്ത് വെക്കാറുണ്ട്. അതേപോലെ തന്നെ ലൈൻമാൻസും ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇതേപോലെ ഈ മെറ്റൽ കവേർഡ് ആയിട്ടുള്ള ക്യാവിറ്റി ഉള്ള ഒരു എന്താ പറയുക സ്യൂട്ട് ധരിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിന്. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടക്ടേഴ്സ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഫസ്റ്റ് വൺ, the total electric field inside a conductor when it is placed in an external electric field is 0. Next is the electric field is always perpendicular to the surface of the conductor. Then the electric field of a conductor is directly proportional to the surface charge density. The potential of a conductor is constant and is throughout the volume. Then last one is this the electrostatic shielding property of the conductor. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.